Now, the effects of multiple stimulus. നമ്മൾ എന്തുവാ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പം സ്ട്രെങ്ത് ഓഫ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. രണ്ടെണ്ണം വെച്ച് കൊടുക്കുമ്പം ഏതൊക്കെ ബെനിഫിഷ്യൽ ഇഫക്റ്റ്, സമേഷൻ ഇഫക്ട്സ്, ഇത് 3 ഇഫക്ട്സ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ഇനി മൾട്ടിപ്പിൾ സ്റ്റിമുലസ്, ദാറ്റ് ഈസ് രണ്ടിലും കൂടുതൽ സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പം അത് എന്തൊക്കെ ഇഫക്ട്സ് ആണ്. There are particularly 2 types of effects depending on the frequency. എത്ര സ്പീഡിന് ഈ നമ്പർ ഓഫ് സ്റ്റിമുലസസ് കൊടുക്കുന്നു, ആ സ്പീഡിൻ്റെ ആ ഫ്രീക്വൻസി ഒരു സെക്കൻഡിനുള്ളിൽ എത്ര എണ്ണം കൊടുക്കുന്നു, ആ മൾട്ടിപ്പിൾ സ്റ്റിമുലസിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് 2 തരം ഇഫക്ട്സ് ആണ് മൾട്ടിപ്പിൾ സ്റ്റിമുലയ്ക്ക് ഉണ്ടാവുന്നത്. വൺ ഇസ് ദ ഫറ്റീഗ് ആൻഡ് ദ സെക്കൻഡ് ഇസ് ടെറ്റനസ്. നൗ വാട്ട് ഇസ് ഫറ്റീഗ്? വി വിൽ ഗോ ഇൻ ഡീറ്റെയിൽഡ് അബൌട്ട് വാട്ട് ഇസ് ഫറ്റീഗ്. ഫറ്റീഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഡിക്രീസ് ഇൻ ദി മസ്കുലർ ആക്ടിവിറ്റി ഡ്യൂ ടു റിപ്പീറ്റഡ് സ്റ്റിമുലസ്. റിപ്പീറ്റഡ് ആയിട്ട് വൺ ഓവർ ദി അതർ സ്റ്റിമുലസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് ദി മസിൽ ടു ഗെറ്റ് inactive, decrease in their activity. Okay, and this stimulus repeated ആയിട്ട് one after the other ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇൻആക്ടിവിറ്റി ഓഫ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി ഓഫ് എ മസിൽ കാണിക്കുന്നത്. ആൻഡ് ദിസ് ഡസ് നോട്ട് ഷോ എനി, പിന്നെ അത് കഴിഞ്ഞിട്ട് ദിസ് ഒരു സ്റ്റിമുലസ്, മൾട്ടിപ്പിൾ സ്റ്റിമുലസ് കൊടുത്തിട്ട് ഒരു ഫെറ്റീഗ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മസിൽ ഇൻആക്ടിവിറ്റി ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ട എത്ര സ്റ്റിമുലസ് കൊടുത്താലും അത് ആക്ട് ചെയ്യാതെ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനെയാണ് ഫെറ്റീഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി ഇൻആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി ഓഫ് ദി മസിൽ due to repeated contractions, and these repeated contractions are done for a long period of time, and ആ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റിമുലസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം പിന്നെ അവർ റെസ്പോണ്ട് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് ഫെറ്റീഗ് എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് ദ ഫെറ്റീഗ് കർവ്? സി ദിസ് ഈസ് ദി ഫെറ്റീഗ് കർവ്. സോ വാട്ട് ഈസ് ഇറ്റ്? When the effect of repeated stimulus is recorded, നമ്മളത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പം വാട്ട് ഈസ് ഹാപ്പനിങ്? സി, ആദ്യത്തെ കേവ് ഏറ്റവും എന്തുവാ നടുക്കത്തെ 1 എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ആ കേവ് ആണ് ആദ്യത്തെ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ സ്റ്റിമുലസ് ഉണ്ടാകുമ്പം ഒരു സമേഷൻ പോലെ അടുത്ത എന്തുവാ ഫസ്റ്റ് കേവിനെക്കാട്ടിലും കുറച്ചും കൂടെ ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ടായിരിക്കും സെക്കൻഡ് കേവ് വരുന്നത്. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തേർഡ് സ്റ്റിമുലസിന് ദ തേർഡ് കേവ് വിൽ ബി ആംപ്ലിറ്റ്യൂഡ് വിൽ ബി എ ലിറ്റിൽ മോർ ലാർജർ ദാൻ ദി സെക്കൻഡ് വൺ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും തേർഡ് കഴിഞ്ഞിട്ട് പിന്നെയും അതിൻ്റെ മുകളിൽ കൂടെ അടുത്ത സ്റ്റിമുലസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരു 10th ഒക്കെ ആകുമ്പം, 10th സ്റ്റിമുലസ് ആകുമ്പം ഇറ്റ് സ്റ്റാർട്ട്സ് ഡിക്രീസിങ്. 20th ആകുമ്പോൾ കുറച്ചും കൂടെ ഡിക്രീസ് ചെയ്യും. 30th ഓരോ 10 ഇതിൽ വരുമ്പം the amplitude is decreasing and the width of the muscle activity is also increasing. So ആ വിഡ്ത്തും and amplitude കുറയും വിഡ്ത്ത് കൂടുകയും ചെയ്യും. So this is what is shown in this fatigue curve. Now causes of fatigue, എന്തൊക്കെ കാരണം കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റിമുലസസ് വന്നിട്ട് ഒരു മസിലിന് ഡിക്രീസ് ആക്ടിവിറ്റി ആൻഡ് ടോട്ടലി ഇനാക്റ്റീവ് ആയിട്ട് വരുന്ന എന്തൊക്കെ കാരണങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്? വൺ ഇസ് ദി എക്സോഷൻ ഓഫ് അസറ്റൈൽ കോളീൻ ഇൻ മോട്ടോർ എൻഡ് പ്ലേറ്റ്. അസറ്റൈൽ കോളീൻ എന്താണ്? അസറ്റൈൽ കോളീൻ ഇസ് ദി സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് റിലീസ്ഡ് ഫ്രം ദി ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഫോർ യുവർ ആക്ടിവിറ്റി ടു നെർവ് ഇമ്പൾസസ് ടു ഹാപ്പൻ. സോ അതിൻ്റെ ഒരു എക്സോഷൻ വരുമ്പം അസറ്റൈൽ കോളീൻ്റെ എക്സോഷൻ ദാറ്റ് ഇസ് ഇല്ലാതെ വരുമ്പം ഇൻ ദി മോട്ടോർ എൻഡ് പ്ലേറ്റ് ആണ് ഈ ഫറ്റീഗ് വരാനായിട്ട് ഒരു കാരണമുള്ളത്. ദെൻ ഇഫ് ദർ ഇസ് അക്യൂമുലേഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ് ഓർ ലാക്റ്റിക് ആസിഡ്, ദാറ്റ് ഇസ് നമ്മുടെ ബൈ പ്രോഡക്റ്റ് ആണ്. ഒരു ആക്ടിവിറ്റി, മസിലിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാകുമ്പം അതിനൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകും ദാറ്റ് ഹാസ് ടു ബി ഡിസിപ്പേറ്റഡ് ആൻഡ് ഗോൺ ഫ്രം ദി മസിൽ. അതവിടെ സ്റ്റോർഡ് ആയിട്ട് വന്ന് അക്യൂമുലേറ്റ് ചെയ്യുമ്പം പിന്നെ അത് തിരിച്ച് നമുക്ക് എനർജി ഉണ്ടാവാനായിട്ട്
ഒരു തടസ്സമായിട്ട് വരും. സോ അക്യുമുലേഷൻ ഓഫ് ദീസ് മെറ്റബോളൈറ്റ്സ് ക്യാൻ കോസ് ഫെറ്റീഗ്. തേർഡ് റീസൺ ഇസ് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ലൈക്ക് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ആണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എ ടി പി ഉണ്ടായിട്ട് ഈ എ ടി പി എനർജി ആയിട്ട് ഉണ്ടായിട്ട് മസിൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നത്. സോ അതിൻ്റെ ആ ന്യൂട്രീഷൻ കുറഞ്ഞിട്ട് എനർജി സപ്ലൈ ചെയ്യാനായിട്ട് മസിൽസിന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് ഫെറ്റീഗ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഇസ് ലാക്ക് ഓഫ് ഓക്സിജൻ. ഈ എല്ലാ ആക്ടിവിറ്റിക്കും ഓക്സിജൻ സപ്ലൈ ഈസ് റിക്വയർഡ്. ആ ഓക്സിജനാണ് ഈ എനർജിയെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. ഈ ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ടി പിയും ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ സഫിഷ്യൻറ്റ് എമൗണ്ട് വേണം. സോ ഓക്സിജൻ ഇല്ലാതെ വരുമ്പം എനർജി സപ്ലൈ കുറയുമ്പം ഈ ഫെറ്റീഗ് എന്നുള്ള ഒരു കണ്ടീഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. നൗ വാട്ട് ഇസ് ദ സൈറ്റ് ഓഫ് ഫെറ്റീഗ് അല്ലെങ്കിൽ സീറ്റ് ഓഫ് ഫെറ്റീഗ്? വെയർ ഇസ് ദിസ്? ഈ ഫെറ്റീഗ് എന്ന് പറയുന്നത് ഉണ്ടാവാനായിട്ടുള്ള ആ പൊസിഷൻ എവിടെയാണ്? ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഇസ് ദ ഫസ്റ്റ് സീറ്റ് ഓഫ് ഫെറ്റീഗ്. ആദ്യം ഫെറ്റീഗ് ഉണ്ടാവുന്ന പോയിൻ്റാണ് യുവർ NMJ അല്ലെങ്കിൽ യുവർ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബൈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റിമുലേഷൻ ഓഫ് ഫെറ്റീഗ്ഡ് മസിൽ. ഒരു മസിൽ ഫെറ്റീഗ്ഡ് ആകുമ്പം ആ മസിലിന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റിമുലസ് കൊടുക്കുമ്പം ഇഫ് ഇറ്റ് ഈസ് റെസ്പോണ്ടിങ്, ആ റെസ്പോൺസ് ഇസ് ദ പ്രൂഫ് ദാറ്റ് ന്യൂറോമസ്കുലർ ജംഗ്ഷനാണ് ഫെറ്റീഗബിലിറ്റി ആദ്യം ഉണ്ടായിരിക്കുന്നത്. സോ ആ ന്യൂറോമസ്കുലർ ജംഗ്ഷനെ അവോയ്ഡ് ചെയ്തിട്ട് മസിലിന് ഡയറക്റ്റ് ആയിട്ടൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ ആ മസിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ഡയറക്റ്റ് സ്റ്റിമുലേഷൻ ടു ദി ഫെറ്റീഗ്ഡ് മസിൽ പ്രൂവ്സ് ദാറ്റ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഇസ് ദി ഫസ്റ്റ് സീറ്റ് ഓഫ് ഫെറ്റീഗ്. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് മസിലിന് കൊടുക്കുമ്പോൾ ദ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ വിൽ ബി ലെസ് ആൻഡ് ദ കോൺട്രാക്ഷൻ ഇസ് വെരി സ്ലോ. അങ്ങനെ ഡയറക്റ്റ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ. നൗ ദ സെക്കൻഡ് സീറ്റ് വിൽ ഓൺലി ബിക്കം ദി മസിൽ. Neuromuscular junction is the first seat of fatigue and the second seat of fatigue is your muscle, and the nerve cannot be fatigued. So these are the two seats. Now in an intact body, site of fatigue are in the following order. That is normal ആയിട്ടുള്ള ഒരു ബോഡിയാണ്, അതിനകത്ത് വേറെ പെത്തോളജീസ് ഒന്നുമില്ല, ഡിഫക്ട്സോ ഡിസീസസോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ site of fatigue from head to your muscle, that is നമ്മുടെ സെറിബ്രലിൽ നിന്ന് തുടങ്ങി താഴോട്ട് വരുന്നിടം വരെ എവിടേക്കാണ് സൈറ്റ്സ് ഓഫ് ഫെറ്റീഗ് എന്ന് പറയുന്നത്? ഇസ് ഫസ്റ്റ് ഇസ് യുവർ പിരമിഡൽ സെൽസ് അല്ലെങ്കിൽ യുവർ ബെത്ത് സെൽസ് ഇൻ ദി സെറിബ്രൽ കോർട്ടെക്സ്. അവിടെയാണ് ആദ്യം ഫെറ്റീഗ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. സെക്കൻഡ് ഇസ് താഴോട്ട് വരുമ്പം യുവർ ആൻറ്റീരിയർ ഹോൺ സെൽസ് വേർ the nerve is going into from your spinal cord in വരുന്ന ആ ലെവലിൽ ഫെറ്റീഗ് വരാനുള്ള എന്തുവാ ചാൻസ്. then comes the neuromuscular junction and your muscle. now ഇനി മസിൽ ഫെറ്റീഗ്ഡ് ആകുമ്പം how can you recover from it? recovery of muscle after fatigue എങ്ങനെയാണ്? ഈ ഫെറ്റീഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇസ് എ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. നമ്മൾ റെസ്റ്റ് കൊടുത്ത് അതിന് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ടുള്ള എനർജി അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ തിരിച്ച് നോർമലായിട്ട് വരും, അത് തിരിച്ച് ആക്റ്റീവ് ആകുകയും ചെയ്യും ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ. സോ ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വെൻ ഗിവൺ റെസ്റ്റ് ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ. കോസസ് ഓഫ് റിക്കവറി എന്തൊക്കെയാണ്? വെൻ ദ റിമൂവൽ ഓഫ് മെറ്റബോളൈറ്റ്സ് ഇസ് പോസിബിൾ, the formation of acetylcholine is there at the neuromuscular junction, re-establishment of polarized state of the muscle, availability of nutrition and availability of oxygen. That is നമ്മുടെ കോസസ് എന്തൊക്കെയാണ്? ആ കോസസിനെ എല്ലാം തിരിച്ച് നോർമലൈസ് ചെയ്ത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സിനോറിയോ എത്തുമ്പോഴാണ് റിക്കവറിക്കുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഫെറ്റീഗ് ഇസ്, the site, the cause and the recovery states.